शहादत मतलूबो मकसूदो मुमिन न माले गनीमत न किश्वर कुसाई. രക്തസാക്ഷിത്വം അത് വിശ്വാസിയുടെ ലക്ഷ്യമാണ്, അന്വേഷണമാണ്. യുദ്ധമുതലുകൾ ശേഖരിക്കുക എന്നുള്ളതല്ല, അധികാര വ്യാപ്തിയോ രാജ്യത്തിൻ്റെ അതിരുകൾ വികസിപ്പിക്കലോ അല്ല, മറിച്ച് അതിനപ്പുറത്തേക്ക് ലിഅല്ലാ യകൂന ഫിത്നത്തും വയകൂന ദീനുഹു കുല്ലുഹു ലില്ലാഹ്, ഇനിയൊരു പ്രശ്നമില്ലാത്ത രീതിയിൽ പ്രശ്നത്തെ പരിഹരിക്കുകയും ലോകക്രമം, നിയമവ്യവസ്ഥ, മനുഷ്യ സമൂഹത്തിൻ്റെ ജീവിത വ്യവസ്ഥ, നിയമ സിസ്റ്റം, ലീഗൽ സിസ്റ്റം അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ വിധിക്ക് അനുസരിച്ചുള്ളതാകണം. കാരണം മനുഷ്യൻ ചിന്തിക്കുന്നതും വിചാരിക്കുന്നതും അതിനപ്പുറത്തേക്കാണ് പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. അത് അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിന് വിധേയമാണ്. അതുകൊണ്ട് തന്നെ അവനേക്കാളും കൂടുതൽ പ്രെഡിക്റ്റ് ചെയ്യാൻ മറ്റൊരാൾക്ക് കഴിയാത്തത് കൊണ്ട് തന്നെ അവൻ്റെ നിയമങ്ങളാണ് ഈ ഭൂമിയിൽ വേണ്ടത്. ആ വ്യവസ്ഥക്കനുസരിച്ചുള്ള ആ വ്യവസ്ഥയാണെങ്കിൽ തന്നെ അതിൽ നീതിയിൽ അധിഷ്ഠിതമാണ്. ലാ യജ്രിമന്നകും ശനആന ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅ്ദിലു ഹുവ അഖ്റബു ലിത്തഖ്വ. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നതിൻ്റെ മാനദണ്ഡമായി പറഞ്ഞത് അവർ നീതി പുലർത്തുന്ന ആളുകളാകണം. അതുകൊണ്ട് നിങ്ങൾ നീതിയുള്ളവരാകുക. നിങ്ങളോട് ശത്രുതയുള്ള ആളുകളോട് പോലും നിങ്ങൾ നീതി കാണിക്കുന്ന അവസ്ഥ രൂപപ്പെടണം. അതായത് നിങ്ങൾക്കൊരാളോട് ശത്രുതയുണ്ടെങ്കിൽ അവനോട് അനീതി ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. നീതിയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ്. നിങ്ങൾ നീതിയിൽ അധിഷ്ഠിതമായിരിക്കണം നിങ്ങളുടെ ജീവിതം. യാ അയ്യുഹല്ലദീന ആമനു കൂനു ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാഅ ലില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സാക്ഷികളായിക്കൊണ്ട് നീതിയുടെ കൈകാര്യകർത്താക്കന്മാരാകണം. വലൗ അലാ അൻഫുസിക്കും അവിൽ വാലിദൈനി വല്ലഖറബീൻ, അത് നിങ്ങൾക്കെതിരെയും നിങ്ങളുടെ മാതാപിതാക്കൾക്കും കുടുംബത്തിനെതിരെയാണെങ്കിലും നിങ്ങൾ നീതിയിൽ അധിഷ്ഠിതമായ ജീവിത വ്യവസ്ഥ അതല്ലെങ്കിൽ നിയമസംഹിത രൂപപ്പെടുത്തണം. അപ്പോൾ അല്ലാഹുവിൻ്റെ താല്പര്യമെന്ന് പറയുന്നത് ഇസ്ലാമിക വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിം അവന് ജനങ്ങൾക്കിടയിൽ കരുണയുള്ളവനായി ജീവിക്കണം. കാരണം വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ചത് അത് ജനങ്ങൾക്ക് കാരുണ്യമുള്ള ആളായിട്ടാണ്, കരുണ ചെയ്യുന്ന ആളായിട്ടാണ്. ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാഇ, ആ റസൂല്, ആ കരുണയുള്ള റസൂല് ജനങ്ങളോട്, വിശ്വാസികളോട് ആഹ്വാനം ചെയ്തതും നിങ്ങളുടെ ഭൂമിയിലുള്ള ആളുകളോട് കരുണ ചെയ്യുക, അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ആകാശത്തുള്ളവൻ കരുണ ചെയ്യും. അപ്പോൾ കാരുണ്യമുള്ള ഒരു ജീവിതമാണ് വിശ്വാസിയുടെ ജീവിതത്തിൽ നിന്നും ഉണ്ടാകേണ്ടതെന്നുള്ള. എന്നാൽ അതേസമയം കുടുംബം, സമൂഹം, രാഷ്ട്രം എന്ന നിലയിൽ ജീവിക്കുമ്പോൾ, ലോകക്രമം രൂപപ്പെടുത്തുമ്പോൾ, ലീഗൽ സിസ്റ്റം നമ്മൾ രൂപപ്പെടുത്തുമ്പോൾ ആ വ്യവസ്ഥ തീർത്തും നീതിപരമാകണമെന്നാണ് ഇസ്ലാമിൻ്റെ താല്പര്യവും. ആ നീതിയുടെ കാര്യമാണ് ഞാൻ മുമ്പേ സൂചിപ്പിച്ചത്. അതുപോലുള്ള ഒരു ലോകക്രമം ലിഅല്ലാ തകൂന ഫിത്നത്തും വയകൂന ദീനു കുല്ലുഹു ലില്ലാഹ്, കീഴ്വണക്കം, അതുപോലെ തന്നെ നിയമസിസ്റ്റം അത് അള്ളാഹുവിൻ്റെ കൽപ്പനക്കനുസരിച്ചാകണം. യുദ്ധം പോലും നമ്മൾ യുദ്ധത്തിന് രംഗത്ത് വരുന്നത് പോലും അത് പ്രശ്നങ്ങൾ പരിഹരിക്കാനാകണം. അഹം അംന് ചാഹ്തേ ഹേ, ഞങ്ങൾ സമാധാനമാണ് ആഗ്രഹിക്കുന്നത്. മഗർ ദുൽമി കെ ഖിലാഫ്, എന്നാൽ അക്രമത്തിനെതിരെയാണെങ്കിൽ അഗർ ജംഗ് ലാസിം ഹേ തോ അഗർ ജോ ലാലിം കോ ന റോക്കെ വോ ഷാമിൽ ഹേ ദുൽമ് മേ, ആരെങ്കിലും അക്രമിയെ തടഞ്ഞില്ലെങ്കിൽ അവൻ ആ അക്രമത്തിൽ പങ്കുകാരനാണ്. ഈ കൊലയാളിയെ ആ കൊലയിൽ നിന്നും തിരിച്ചു വിട്ടിട്ടില്ലെങ്കിൽ വോ ബി ഉസ്കെ സാത്ത് ഹേ ഖത്ൽ മേ, ആ കൊലയിൽ അവൻ അവൻ്റെ കൂടെയാണ്. അപ്പോൾ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് യഥാർത്ഥത്തിൽ അക്രമിയെ അക്രമത്തിൽ നിന്ന് തിരിച്ചുവിടുക, കൊലയാളിയെ കൊലയിൽ നിന്ന് തിരിച്ചുവിടുക എന്നുള്ളതാണ്. എന്നിട്ടും യുദ്ധം ഇസ്ലാം നയിക്കുന്നുണ്ടെങ്കിൽ അത് ഒരുപാട് കാലത്തെ ക്ഷമക്കും അതുപോലെ തന്നെ സഹനത്തിനും ശേഷം യുദ്ധമല്ലാതെ മറ്റൊരു പരിഹാരമില്ല എന്ന് 100% ഉറപ്പുള്ള സംഗതിയാണ്.
അതേസമയം യുദ്ധം നടന്നതിന് ശേഷം പിന്നെ രൂപപ്പെടേണ്ട സാഹചര്യം എന്ന് പറയുന്നത് കൃത്യമായി സമാധാനമുള്ള അന്തരീക്ഷം വേണം. അതേപോലെ തന്നെ ലീഗൽ സിസ്റ്റം, നിയമം പിന്നീട് രൂപപ്പെടുന്നത് നീതിയിൽ അധിഷ്ഠിതമായ നിയമമായി മാറണം. എങ്കിൽ മാത്രമേ ഇസ്ലാമിൽ യുദ്ധം തന്നെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നുള്ളൂ.